അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ അഫ്കാറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ അഫ്കാറ്റ് 2024 വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതായത് AFSB റെക്കമെൻഡഡ് കാൻഡിഡേറ്റ്സിൻ്റെ ഫൈനൽ ലിസ്റ്റാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. ജൂലൈ 25 2025 ജൂലൈയിലാണ് ഇതിൻ്റെ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിൻ്റെ ലിസ്റ്റാണ്, ഫൈനൽ ലിസ്റ്റാണ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്കിത് താഴെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യം തന്നെ ഓർഡർ ഓഫ് മെരിറ്റ് കാണാൻ സാധിക്കും. 1, 2, 3 അങ്ങനെ കൊടുത്തത് കാണാൻ സാധിക്കും. പിന്നെ ഉദ്യോഗാർത്ഥികളുടെ റോൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉദ്യോഗാർത്ഥിൻ്റെ പേരും കാര്യങ്ങളും വിവരങ്ങളൊക്കെ കൊടുത്തത് കാണാൻ സാധിക്കും. ഏകദേശം 400-ൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓരോ പോസ്റ്റിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അഫ്കാറ്റ് മെന്നിൽ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം 300-ൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് 399 400 ഉദ്യോഗാർത്ഥികൾ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. 300-ൽ കൂടുതൽ 400 ഉദ്യോഗാർത്ഥികൾ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അഫ്കാറ്റ് മെൻ ഓൺലി ഫോർ AE ബ്രാഞ്ചാണ്. അതിൻ്റെ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാത്തിൻ്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. NCC സ്പെഷ്യൽ എൻട്രി വുമൻ്റെ കൊടുത്തത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സർവീസ് എൻട്രി കമ്മീഷൻ അതിൻ്റെ എല്ലാം ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താഴെ നോക്കി മനസ്സിലാക്കി ഈ ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലിസ്റ്റാണിത്.